ശ്രീ പല്ലിശ്ശേരി, ഇതിപ്പോ സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നു, സിനിമാ മേഖലയെ മാത്രം വേട്ടയാടുന്നു, സിനിമാ മേഖലയിൽ ഉയർന്ന പരാതികൾക്ക് മാത്രമായി വലിയ സ്പേസ് കൊടുക്കുന്നു തുടങ്ങിയ ഒരുപാട് ഇരവാദങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ നിരന്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ഇപ്പോൾ ലഹരി, സമൂഹത്തിനെതിരായ വെല്ലുവിളി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. എങ്ങനെയാണ് സമൂഹം ഇത് ചർച്ച ചെയ്യാതെ പോവുക? ഇത് നിലയ്ക്ക് നിർത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യമായി മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ ഈ പ്രകടനം മുഴുവൻ കാണുന്നത് കുഞ്ഞുങ്ങൾ കൂടിയാണല്ലോ, അതുകൊണ്ടാണ്. സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്, സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും, ആണായാലും പെണ്ണായാലും സ്ത്രീയായാലും പുരുഷനായാലും നടനായാലും നടിയായാലും ആരാണോ ലഹരി ഉപയോഗിക്കുന്നത് അവരെല്ലാം കുറ്റവാളികൾ തന്നെയല്ലേ, ആ സ്ഥാനത്തല്ലേ? ഈ ഷൈൻ ടോം ചാക്കോൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ തുടങ്ങിയതാണോ ഇത്? വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലഹരിയുടെ ഉത്ഭവം, ലഹരി എവിടെ വരുന്നു, ശ്രീലങ്ക വഴി ഇന്ത്യയിലെത്തുന്നു, ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെത്തുന്നു, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വ്യക്തമായി എഴുതിയൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അത് വന്നു ചേരുന്നതിൻ്റെ ഭൂരിഭാഗം സിനിമയിലാണ് എന്ന് പറഞ്ഞിരുന്നു. സിനിമയിലാണ് എന്ന് പറയാൻ കാരണം നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിലെ മുഖ്യപ്രതിയായ പലരും ഈ ലഹരി ഉപയോഗപ്പെടുത്തിയിരുന്നു പറഞ്ഞിരുന്നു. ഒരു നടപടി ഉണ്ടായില്ല, ഒരു അന്വേഷണം ഉണ്ടായില്ല. കാരണം സിനിമയെ കാണുന്നത് വലിയൊരു ചക്കരക്കുടമാണ്, പലർക്കും സ്വാധീനിക്കാൻ പറ്റിയൊരു മേഖലയാണ് എന്ന് ആലോചിക്കണം. അവിടെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല, മുകളിൽ നിന്ന് വിളിയുണ്ടാകുന്നു, അധികാര കേന്ദ്രങ്ങളിലുള്ളവർ സംരക്ഷണം ഏർപ്പെടുത്തുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ വർഷങ്ങൾക്കും വേറൊരു കാര്യം കൂടി ആലോചിക്കണം, ഇതിലൊരു പുരുഷൻ മാത്രമല്ല. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ തൊട്ടുപുറകെ ആലപ്പുഴയിലൊരു ഹോട്ടലിൽ നടന്ന സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഞാൻ ആ നടിയുടെ പേര് പറഞ്ഞിരുന്നില്ല. ആ നടിക്ക് പേര് പറയാതെ തന്നെ അന്ന് സംഭവിച്ചത്, ആ നടി ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ തൻ്റെ സൂട്ട് റൂമിൽ കിടന്നിരുന്ന് ആലോചിക്കണം, ഡോറ് അടച്ചിരുന്നില്ല. പിന്നീട് സംഭവിച്ചത് ഒരു തരത്തിലുള്ള ബലാത്സംഗമായിരുന്നു ആലോചിക്കണം. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് ഈ നടിക്കറിയാമായിരുന്നിട്ടും ഈ നടി ഒരു പരാതി കൊടുത്ത് കണ്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, സിനിമയിലെ പ്രത്യേക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ തന്നെ ആണും പെണ്ണും ലഹരി ഉപയോഗിക്കാറുണ്ട്. ആണ് മാത്രമല്ല, ചില പ്രത്യേക രംഗങ്ങൾക്ക് പലരും പുറത്തു പറയുന്നില്ല. പിന്നെ വന്ന് കാരവൻ സംസ്കാരം എന്ന് മലയാള സിനിമയിൽ വന്നു. അന്ന് രഹസ്യ സ്വഭാവം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആ രഹസ്യ സ്വഭാവത്തിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പലർക്കും അറിയുന്നില്ല, അറിഞ്ഞാൽ പറയുകയുമില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആർക്കാണ് അറിയാത്തത്? സംഘടനകൾ കൊണ്ട് ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രിസഭയോടാണെന്ന് ആലോചിക്കണം. ആ മന്ത്രിസഭ വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇതിനൊക്കെ അറുതി വരുത്താൻ പറ്റും. കാരണം ഇവിടെ ജലപ്രളയം ഉണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് പോകാൻ ഭരണകൂടങ്ങൾക്കും ജനക്കൂട്ടത്തിനും കഴിഞ്ഞിരിക്കും എന്നുള്ളതാണിത്. ഒരുമിച്ച് നിന്നാൽ ഇതില്ലാതാക്കാൻ കഴിയും. ഞാനൊരു ഷൈൻ ടോം ചോക്കേലിക്ക് മാത്രമൊന്നുമല്ല, ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കളുടെ സംഘം, സിനിമയുടെ സംഘം, അവരുടെ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കൂത്താടി നടന്ന സംഭവങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് പുരുഷന്മാരുടെ മാത്രം. അപ്പുറത്ത് പല ഫ്ലാറ്റുകളിലും സ്ത്രീകൾ, സിനിമാ നടികൾ, സിനിമയുമായി ബന്ധപ്പെട്ടവർ തനിച്ച് താമസിച്ചുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരൊറ്റപ്പെട്ട സംഭവം വന്നിരിക്കുന്നു. വിൻസി പറഞ്ഞൊരു കാര്യം, ഞാൻ ആ വിൻസി പരാതി കൊടുത്ത കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇവിടെ ചോദ്യം അവശേഷിക്കുന്നു, എവിടെ വെച്ച് എന്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണെന്നാണ് എൻ്റെ അറിവ്. ആ സൂത്രവാക്യം ലൊക്കേഷൻ വെച്ചാണെങ്കിൽ ഇത് ഇത്രയും സമയമെടുക്കാൻ കാരണം എന്താണ്? അന്ന് ആ ലൊക്കേഷനിൽ എന്താണ് സംഭവിച്ചത്? ഷൈൻ ടോം ചാക്ക എന്താണ് പറഞ്ഞത്? ലഹരി, ഏത് ലഹരി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഈ നടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ട് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാകുമായിരുന്നു. ഇതൊന്നും പറയാതെ കുറേ കഴിഞ്ഞതിന് ശേഷം പല കേസുകളും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല കേസുകളും വളരെ വൈകിട്ട് നടക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ പറയുന്നില്ല, ഇത് തെളിവുകൾ ഉണ്ടാകാൻ പറ്റുന്നില്ല. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോഴും ആ പെൺകുട്ടി ചെയ്യുന്നത്. അവരിപ്പോഴും അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്
അവരും അതായത് അവരുടെ കരിയറിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇത് ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങൾ കണ്ടു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ശ്രീനാഥ് ഭാസി പ്രൊഡ്യൂസറോട് ലഹരി ചോദിച്ച ആളാണ്, ഇനി നമ്മുടെ സിനിമയിൽ ഇവർ വേണ്ട എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നടക്കാൻ പോകുന്നത് എന്താണ്? നടക്കാൻ പോകുന്നത് വിൻസിയൊക്കെ പരാതി കൊടുക്കുന്ന ടൈപ്പാണ്, അതുകൊണ്ട് വിൻസിയെ നമുക്കങ്ങ് മാറ്റി നിർത്തിയേക്കാം എന്ന നിലയ്ക്കാണെന്ന് ഫേസ്ബുക്കിൽ ആളുകൾ എഴുതുന്നതാണ്. പക്ഷെ നടക്കാൻ പോകുന്ന അതാണ് എന്ന് നമുക്കറിയാം. വിൻസിയെ ഞാൻ കുറ്റപ്പെടുത്തി വിൻസിയെ മാത്രമല്ല, ഞാൻ ഒരു സ്ത്രീകളെയും കുറ്റപ്പെടുത്താറില്ല. പക്ഷെ ഇവിടെ നടന്നത് ആ സംഭവം അപ്പോൾ തുറന്നു പറഞ്ഞില്ല, കുറേ കൂടി ശക്തമായ തെളിവുകൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ പരിശോധിച്ചാൽ ലഹരി ഉപയോഗിച്ചൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, നിരപരാധിയാണെന്ന് വരുന്നു. ആ കേസിൽ നിന്ന് വെറുതെ വിടാൻ സഹായിക്കും എന്നുള്ളതാണത്. പിന്നെ എന്തോ പരിശോധിക്കാൻ കഴിയില്ലല്ലോ, ഇറങ്ങി ഇവിടെ സംഭവിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ പോകുന്നത്? രക്ഷപ്പെട്ടു പോയെങ്കിലും ആ മുറിയിൽ നിന്ന് ലഹരി കണ്ടെടുക്കാൻ പറ്റിയോ? എന്തുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ടു പോയ ഷൈൻ ടോം ചാക്കോയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്, CC അടക്കമുള്ള പതിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. എവിടെ പോയി, എവിടെ ഒളിച്ചു, അല്ലെങ്കിൽ ആര് സംരക്ഷിച്ചു എന്ന് കണ്ടുപിടിക്കുക യാതൊരു വിഷമവുമില്ല. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടില്ല, പരിശോധന നടത്തിയിട്ടില്ല. ഇതൊക്കെ സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ, ഇതിനോട് നീതിപൂർവം ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ സിനിമാ സംഘടനകൾ അവരൊന്നും ഇത് ഇടപെട്ടിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സിനിമാ രംഗം സംശുദ്ധമായെന്ന് ആലോചിക്കണം. എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ എല്ലാ രംഗത്തും പരിശോധനകളുണ്ടെന്ന് ആലോചിക്കണം. സിനിമാ രംഗത്ത് ഏത് രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്? അഭിനയിക്കാൻ പോകുന്നവരെ പരിശോധിക്കുന്നുണ്ടോ? സീനെടുക്കുമ്പോൾ പരിശോധിക്കുന്നുണ്ടോ? സീനെടുക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഒരു സീൻ മാത്രം അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പോലും പല സീനുകൾ എടുത്തുകൊണ്ട് എൻജോയ് ചെയ്യുന്ന നടന്മാരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ പോലും ഒരു നടിയും പരാതിപ്പെട്ട് കാണില്ല. പരാതിപ്പെടാതിരിക്കാൻ കാരണം എന്താ? പരാതിപ്പെട്ടാൽ അവസരങ്ങളില്ലാതാകുന്നു. പരാമർശം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിന്റെയൊക്കെ ഏറ്റവും അതിലൊക്കെ നടക്കുന്ന ഒരു കാര്യം മധു, ഞാൻ പറയട്ടെ, ഹേമ കമ്മിറ്റി വന്നെന്നാണത്. ഹേമ കമ്മിറ്റിക്ക് മുമ്പ് തന്നെ എത്രയോ നടന്നുകൊണ്ടിരിക്കുകയാണത്. ഈ ഹേമ കമ്മിറ്റി ഞാൻ അന്നും പറഞ്ഞു, ഹേമ കമ്മിറ്റിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരിൽ ഒരാള് ഈ ഹേമ കമ്മിറ്റി ഇരിക്കാൻ യോഗ്യതയുള്ള സ്ത്രീയല്ല, നടിയല്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അത് പല കാരണങ്ങളുണ്ട്. ഇവിടെ അത് പറ്റില്ല. സംശുദ്ധമായിട്ട് സിനിമയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന, സിനിമയുടെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയല്ല ഇത്തരം കമ്മിറ്റികൾ ഇരിക്കേണ്ടത്. അന്നും പറഞ്ഞിരുന്നു. അവരെ മാറ്റി നിർത്തിയോ? അവർ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ, പരാതിയില്ലെങ്കിൽ അന്വേഷിക്കേണ്ട എന്നാറുണ്ട്. അന്നും പറയുന്നത് പരാതി പറഞ്ഞാൽ, എൻ്റെ പേര് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ. ഞങ്ങൾ എഴുത്തുകാർക്ക് പോലും പ്രശ്നങ്ങളുണ്ട്, ഭീഷണിയുണ്ട്. ആ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.